കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. 2025 നവംബർ മാസം 4-ാം തീയതി ചൊവ്വാഴ്ച. അന്ന് വൈകുണ്ഠ ചതുർദശി ദിവസമാണ്. ചതുർദശി തിഥി ആരംഭിക്കുന്നത് 2025 നവംബർ മാസം 4-ാം തീയതി പുലർച്ചെ 2:05 മുതൽ 2025 നവംബർ മാസം 4-ാം തീയതി രാത്രി 10:36 വരെയാണ്. ഹിന്ദുമത വിശ്വാസപ്രകാരം ഒരു പുണ്യ ദിവസമാണ് വൈകുണ്ഠ ചതുർദശി. ഭാരതത്തിലെ മിക്ക സ്ഥലങ്ങളിലും ഈ ദിവസം വളരെ പുണ്യകരമായി ആഘോഷിക്കുന്നു. കാർത്തിക മാസത്തിലെ പൗർണമിക്ക് ഒരു ദിവസം മുമ്പാണ് ഇത് സാധാരണയായി ആചരിക്കുന്നത്. കാർത്തിക മാസത്തിലെ ശുക്ലപക്ഷ ചതുർദശി വിഷ്ണുഭക്തർക്കും ശിവഭക്തർക്കും ഒരുപോലെ പവിത്രമാണ്. കാരണം രണ്ടു ദേവതകളെയും ഒരേ ദിവസം ഒരുമിച്ച് ആരാധിക്കുന്നു. അങ്ങനെ വരുന്ന വളരെ അപൂർവമായ ഒരു ദിവസമാണ് ഈ വൈകുണ്ഠ ചതുർദശി. വാരണാസിയിലെ മിക്ക ക്ഷേത്രങ്ങളിലും വൈകുണ്ഠ ചതുർദശി ആചരിക്കുന്നു. കേരളത്തിലുള്ള ആളുകളുടെ പ്രത്യേകതയാണ്, നമുക്ക് ശിവപുരാണമോ അല്ലെങ്കിൽ പത്മപുരാണമോ സ്കന്ദപുരാണമോ ഒന്നും തന്നെ അങ്ങനെ നമ്മൾ പഠിച്ചു ശീലിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഓരോ ദിവസത്തെയും പ്രാധാന്യം എന്താണ് എന്നുള്ളതിനെ പറ്റി വലിയ ഒരു നിശ്ചയം നമുക്കിപ്പോഴുമില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കഥകളൊന്നും നമുക്ക് അറിഞ്ഞുകൂടാത്തത്. ഓരോ ദിവസത്തിൻ്റെയും പ്രാധാന്യം പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നതും. നിങ്ങൾക്കതൊക്കെ മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയിട്ടാണ്, പ്രത്യേകിച്ച് പുരാണങ്ങളൊക്കെ മനസ്സിലാക്കി തരുന്നതിന്, ദിവസങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കി തരുന്നതിന്, കഥകൾ പറഞ്ഞു തരുന്നതിന് വേണ്ടിയിട്ടാണ് മാധവം എപ്പോഴും നിങ്ങളുടെ കൂടെ ഉള്ളത്. ധാരാളം ആളുകൾക്ക് മാധവം ഇഷ്ടമാണ് എന്ന് എനിക്കറിയാം. മാധവം ഇഷ്ടപ്പെടുന്നവർ കമൻറ്റ് ചെയ്യൂ. കഥകൾ കേൾക്കാനും ദിവസങ്ങളുടെ പ്രാധാന്യം അറിയാനുമൊക്കെ ഇഷ്ടമുള്ളവർ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. ഇനി ഈ വൈകുണ്ഠ ചതുർദശിയുടെ പ്രത്യേകത എന്താണ്, കഥ എന്താണ്, എന്തുകൊണ്ടാണ് നമ്മൾ ഈ ദിവസം പുണ്യമായി ആചരിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ വളരെ വിശദമായി തന്നെ നമുക്കൊന്ന് നോക്കാം. ശിവപുരാണത്തിൽ വളരെ വിശദമായി ഈ കഥ പറയുന്നുണ്ട്. ഒരു കാലത്ത് അസുരന്മാർ വലിയ പരാക്രമശാലികളായിരുന്നു. അവർ ഭൂലോകവാസികളെയും ദേവന്മാരെയുമൊക്കെ പലതരത്തിൽ ദ്രോഹിക്കുമായിരുന്നു. അതോടുകൂടി ധർമ്മം ക്ഷയിച്ചു. കാരണം യാഗങ്ങളും യജ്ഞങ്ങളും ദേവ ആരാധനകളും പൂജകളും ഒക്കെ തന്നെ മുടങ്ങുന്ന അവസ്ഥ വന്നു. അങ്ങനെയാണ് ധർമ്മം നശിച്ചത്. അങ്ങനെ ഈ അസുരന്മാരുടെ ശല്യം സഹിക്കവയ്യാതെ ദേവന്മാരെല്ലാവരും കൂടി മഹാവിഷ്ണുവിനെ അഭയം പ്രാപിക്കുന്നു. എന്നാൽ ദേവരക്ഷകനായ ശ്രീഹരിയും ഈ അസുരന്മാരെ വധിക്കുവാൻ അശക്തനായിരുന്നു. അതുകൊണ്ട് മഹാവിഷ്ണു കൈലാസത്തിൽ ചെന്ന് ഭഗവാനെ, മഹേശ്വരനെ വിധിപ്രകാരം ആരാധിച്ച് തുടങ്ങി. മഹാവിഷ്ണു സഹസ്രനാമങ്ങൾ കൊണ്ടാണ് പരമേശ്വരനെ സ്തുതിച്ചത്. ഓരോ നാമത്തിനും ഓരോ താമരപ്പൂക്കളാണ് ഭഗവാന് അർച്ചിച്ചത്. ഭഗവാൻ കൊണ്ടുവന്ന 1000 താമരപ്പൂക്കളിൽ നിന്ന് ഒരു പൂവിനെ മഹേശ്വരനെടുത്ത് ഒളിപ്പിച്ചു വെച്ചു. അങ്ങനെ ഒളിപ്പിച്ചു വെച്ചത് എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശങ്കരൻ മഹാവിഷ്ണുവിനെ ഒന്ന് പരീക്ഷിക്കുകയായിരുന്നു. അങ്ങനെ നാമം അവസാനിക്കാറായപ്പോൾ ഒരു പൂവ് കുറഞ്ഞിരിക്കുന്നത് മഹാവിഷ്ണു കാണുന്നു. മഹാവിഷ്ണു വിഷമിക്കുന്നു. ആ പൂവിനു വേണ്ടി
ശ്രീഹരി അന്വേഷണം ആരംഭിച്ചു. ഭൂലോകം മുഴുവനും ചുറ്റി നടന്നിട്ടും ശ്രീഹരിക്ക് താൻ കൊണ്ടുവന്ന ആ പൂവ് കണ്ടെത്തുവാൻ സാധിച്ചില്ല. പക്ഷേ വ്രതം അവസാനിപ്പിക്കുവാൻ, അർച്ചന അവസാനിപ്പിക്കുവാൻ ശ്രീഹരി തയ്യാറായില്ല. ആ ഒരു പൂവിന് വേണ്ടി മഹാവിഷ്ണു താമരപ്പൂക്കൾ പോലെ, താമരപ്പൂവിൻ്റെ ഇതളുകൾ പോലെയുള്ള തൻ്റെ ഒരു കണ്ണ് പറിച്ചെടുത്ത് ഭഗവാന് നിവേദിച്ചു. താമരപ്പൂവിൻ്റെ ഇതളുകൾ പോലെയുള്ള കണ്ണാണ് മഹാവിഷ്ണുവിൻ്റെ. അങ്ങനെയുള്ള ഒരു കണ്ണ് പറിച്ചെടുത്ത് ഭഗവാന് നിവേദിച്ചു. അത് കണ്ടപ്പോൾ മഹേശ്വരന് വളരെയധികം സന്തോഷമായി. അദ്ദേഹം മഹാവിഷ്ണുവിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് ശ്രീഹരിയോട് മഹേശ്വരൻ ചോദിക്കുകയാണ്, ശ്രീഹരി, ഞാൻ നിങ്ങളിൽ വളരെയധികം പ്രസന്നനായിരിക്കുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തു വരം വേണമെങ്കിലും ചോദിച്ചു കൊള്ളുക, ഞാനത് നൽകാൻ തയ്യാറാണ് എന്ന് പറയുന്നു. അപ്പോൾ മഹാവിഷ്ണു പറയുകയാണ്, അല്ലയോ ഭഗവാനെ ശിവശങ്കര, ഞാൻ എന്താണ് പറയേണ്ടത്? അവിടുത്തേക്ക് എല്ലാം അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ അങ്ങയുടെ ചോദ്യത്തിന് ഞാൻ എന്താണ് പറയേണ്ടത്? എങ്കിലും അങ്ങ് ചോദിച്ചതുകൊണ്ട് ഞാൻ പറയാം. അസുരന്മാരാൽ സകല ലോകങ്ങളും നശിച്ചിരിക്കുന്നു. അവർ എല്ലാ ലോകങ്ങളെയും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതുമൂലം ഞങ്ങൾ വളരെയധികം ദുഃഖം അനുഭവിക്കുന്നു. അവനെ നേരിടാൻ എൻ്റെ ആയുധങ്ങൾ പോരാതെ വന്നിരിക്കുന്നു. അതിനാൽ അങ്ങേ അഭയം പ്രാപിച്ചിരിക്കുന്നു. അങ്ങ് എന്തെങ്കിലും ചെയ്തു തരണം എന്ന് മഹാവിഷ്ണു മഹേശ്വരനോട് പറയുന്നു. മഹാവിഷ്ണു ഇപ്രകാരം പറഞ്ഞത് കേട്ടപ്പോൾ സർവേശ്വരനായ മഹേശ്വരൻ തൻ്റെ സ്വന്തം സുദർശന ചക്രം മഹാവിഷ്ണുവിന് നൽകി അനുഗ്രഹിക്കുന്നു. ഭഗവാൻ ശ്രീഹരി സുദർശന ചക്രം ഉപയോഗിച്ച് സകല അസുരന്മാരെയും വധിച്ച് ലോകത്തെ രക്ഷിക്കുന്നു. അതോടുകൂടി ദേവന്മാർക്ക് സമാധാനമായി. തനിക്ക് സുദർശന ചക്രം ലഭിച്ചതിൽ ഭഗവാൻ വിഷ്ണു അത്യധികം പ്രസന്നനായി കാണപ്പെടുകയും ചെയ്തു. മഹേശ്വരൻ്റെ അനുഗ്രഹത്താൽ നഷ്ടപ്പെട്ടു പോയ കണ്ണ് മഹാവിഷ്ണുവിന് തിരികെ ലഭിക്കുകയും ചെയ്തു. ഈ കഥയാണ് അന്നേ ദിവസം ഹിന്ദു മതസ്ഥരായ എല്ലാ മനുഷ്യരും ഓർത്ത് പ്രാർത്ഥിക്കുന്നത്. വൈകുണ്ഠ ചതുർദശി ദിനത്തിൽ എല്ലാവരും മഹാവിഷ്ണുവിനെയും ശങ്കരനെയും ആരാധിക്കുന്നുണ്ട്. എങ്കിലും ഭക്തർ ദിവസത്തിലെ 2 വ്യത്യസ്ത സമയങ്ങളിലാണ് പൂജകൾ നടത്തുന്നത്. വിഷ്ണു ഭക്തർ ഭഗവാന്റെ പൂജയ്ക്കായി അർദ്ധരാത്രിയെയാണ് സമീപിക്കുന്നത്. അർദ്ധരാത്രിയാണ് അവർ ഇഷ്ടപ്പെടുന്നത്. ശിവഭക്തർ അതിരാവിലെയാണ് പൂജ നടത്തുന്നത്. ശിവഭക്തർക്ക് വാരണാസിയിലെ മണികർണിക ഘട്ടിലെ അരുണോദയ സമയത്ത് അതിരാവിലെയുള്ള സ്നാനം വളരെ പ്രധാനമാണ്. കാർത്തിക ചതുർദശി ദിനത്തിൽ ഈ പുണ്യസ്നാനം മണികർണിക സ്നാനമായിട്ടാണ് അറിയപ്പെടുന്നത്. വാരണാസിയിലെ ഒരു പ്രമുഖ ശിവക്ഷേത്രമായ കാശി വിശ്വനാഥ ക്ഷേത്രത്തിലെ ശ്രീകോവിലിൽ ഭഗവാൻ മഹാവിഷ്ണുവിന് പ്രത്യേക ബഹുമാനം, പ്രത്യേകമായ പ്രാധാന്യം നൽകുന്ന ഒരു ദിവസമാണ് ഈ വൈകുണ്ഠ ചതുർദശി ദിവസം. വിശ്വനാഥ ക്ഷേത്രം അന്നേ ദിവസം വൈകുണ്ഠം പോലെ പുണ്യകരമാകുന്ന ദിവസമാണ്. 2 ദേവതകളെയും പരസ്പരം ആരാധിക്കുന്നത് പോലെയാണ് ആചാരങ്ങളെല്ലാം തന്നെ നടക്കുന്നത്. ഭഗവാൻ മഹാവിഷ്ണുവിന് അന്നേ ദിവസം കൂവളത്തിൻ്റെ ഇലകൾ കൊണ്ട് അർച്ചനകൾ നടത്തുകയും ശിവശങ്കരന് അന്നേ ദിവസം തുളസി ഇലകൾ കൊണ്ട് അർച്ചന ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ പരസ്പരം ബഹുമാനിക്കുന്ന ആ ഒരു ദിവസമാണ് അന്നേ ദിവസം. മനുഷ്യൻ്റെ ഐക്യത്തെയാണ് ഇവിടെ കാണിക്കുന്നത്. ശൈവവിശ്വാസികളും
വിഷ്ണു വിശ്വാസികളും ഒന്നാണ്. എല്ലാ സങ്കല്പങ്ങളും ഒന്നു തന്നെയാണ്. ശൈവവിശ്വാസികൾ വിഷ്ണു ഭക്തരെ സ്നേഹിക്കണം, ബഹുമാനിക്കണം. വിഷ്ണു ഭക്തർ ശൈവവിശ്വാസികളെയും സ്നേഹിക്കണം, ബഹുമാനിക്കണം. ഇതെല്ലാം ഒന്നിച്ച് ചേർന്നിരിക്കുന്നതാണ് സനാതന ധർമ്മം എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ദിവസമാണ്. എല്ലാം ഒന്നു തന്നെ. എല്ലാ ദേവന്മാരും പരസ്പരം സ്നേഹിച്ചും ബഹുമാനിച്ചും ഒന്നിച്ചും പ്രശ്നങ്ങളെ ഒരുപോലെ നേരിട്ടുമാണ് നമ്മുടെ മുമ്പിലൊക്കെ കഥകളായി നമുക്ക് കാണിച്ചു തരുന്നത്. അതുകൊണ്ട് നമ്മൾ ഭാരതീയർ ബഹുദൈവ വിശ്വാസികളാണ്, ഏകദൈവ വിശ്വാസികളല്ല. സകല ചരാചരങ്ങളെയും പ്രകൃതിയെയും കാറ്റിനെയും മഴയെയും പൂക്കളെയും പുഴകളെയും സകലമാന ജീവിവർഗങ്ങളെയും എല്ലാത്തിനെയും സ്നേഹിക്കുകയും ആരാധിക്കുകയും ദൈവതുല്യമായി കണക്കാക്കുകയും ചെയ്യുന്ന ഒരു വലിയ ജനസമൂഹമാണ് സനാതനധർമ്മം വിശ്വസിച്ച് അനുസരിച്ച് മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് നമുക്കെല്ലാവരെയും സ്വീകരിക്കുവാനും സ്നേഹിക്കുവാനും കഴിയുന്നത്, പ്രകൃതിയെ ബഹുമാനിക്കുവാൻ കഴിയുന്നത്, സകല ജീവജാലങ്ങളെയും ഈശ്വരന് തുല്യമായി കണക്കാക്കാൻ സാധിക്കുന്നത്. കാരണം 33 കോടി ദേവകളുണ്ട് നമുക്ക്. ഈ ദേവകൾക്കെല്ലാം വ്യത്യസ്ത വാഹനങ്ങളുണ്ട്. അതായത് എലി മുതൽ ആന വരെ, സിംഹം, എല്ലാ ജീവികളും, പാമ്പ്, എല്ലാ ജീവികളും ഓരോരോ ദേവതകളുടെ വാഹനമാണ്. മയിലായിക്കോട്ടെ, കോഴിയായിക്കോട്ടെ, കാക്കയായിക്കോട്ടെ, നായകളായിക്കോട്ടെ, പശുക്കളായിക്കോട്ടെ, എല്ലാത്തിനെയും നമ്മുടെ ഓരോ ദേവതകൾ സ്നേഹിക്കുകയും അവരുടെ ഇഷ്ടവാഹനങ്ങളായി അവർ സ്വീകരിക്കുകയും ചെയ്തതുകൊണ്ട് എല്ലാ ജീവികളെയും നമ്മൾ ഈശ്വരന് തുല്യമായി കാണുന്നു, ആരാധിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ലോകത്തിലെ ഏറ്റവും മഹത്തായ സംസ്കാരമെന്ന് നമുക്ക് നമ്മുടെ ഹിന്ദു സംസ്കാരത്തെ വിശേഷിപ്പിക്കാം. കാരണം നമുക്കൊന്നിനെയും നശിപ്പിക്കുവാൻ സാധിക്കുകയില്ല. കാരണം ഓരോ ജീവികളും നമ്മുടെ മുമ്പിൽ വരുമ്പോൾ, പ്രകൃതിയിലെ ഓരോ വസ്തുക്കളെയും നമുക്ക് കാണാൻ സാധിക്കുമ്പോൾ, ഒരു മല കണ്ടാൽ, ഒരു പുഴ കണ്ടാൽ, ഒരു പൂവ് കണ്ടാൽ, എന്ത് കണ്ടാലും, ഒരു മൃഗത്തിനെ കണ്ടാൽ, എന്തിനെ കണ്ടാലും ഇതൊക്കെ ഈശ്വരനാണ്, ഈശ്വരൻ്റെ വാഹനങ്ങളാണ്, അല്ലെങ്കിൽ ഈശ്വരൻ വസിക്കുന്ന ഇടമാണ് എന്നു കരുതി നമ്മൾ അതിനെയെല്ലാം പൂജിക്കുന്നു, ആരാധിക്കുന്നു. അങ്ങനെ ഒരു കാലം നമുക്കുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ നിന്ന് മനുഷ്യൻ എന്ന് വ്യതിചലിച്ചുവോ അന്നു മുതൽ ഈ പ്രകൃതി നശിക്കുവാൻ തുടങ്ങി. അന്നു മുതൽ മനുഷ്യൻ്റെ ധർമ്മം അത് നശിക്കുവാനും തുടങ്ങി. ഹരേ കൃഷ്ണ. എല്ലാവർക്കും മഹാവിഷ്ണുവിന് എങ്ങനെയാണ് സുദർശന ചക്രം ലഭിച്ചത് എന്നുള്ള കഥ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ശിവപുരാണത്തിലെ കഥയാണിത്. ഈ കഥയെ അടിസ്ഥാനപ്പെടുത്തി ഉത്തരേന്ത്യയിലുള്ള പല ക്ഷേത്രങ്ങളും, പ്രത്യേകിച്ച് വാരണാസിയിലെ കാശി വിശ്വനാഥ ക്ഷേത്രം ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളിൽ അന്നേ ദിവസം ശിവക്ഷേത്രമായ കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ മഹാവിഷ്ണുവിന് പ്രത്യേക സ്ഥാനം നൽകി പൂജിക്കുന്നു. അതിൽ നിന്നും നമുക്ക് ഈ ദിവസത്തെ പ്രാധാന്യം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അന്നേ ദിവസം അതിരാവിലെയുള്ള സ്നാനം, പുണ്യതീർത്ഥങ്ങളിലെ സ്നാനം, അത് വളരെ വിശേഷപ്പെട്ടതാണ്. നമ്മൾ കേരളത്തിലുള്ള ആളുകൾക്ക് മാത്രമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരു വിശ്വാസക്കുറവുള്ളത്. ഇങ്ങനെയുള്ള നമ്മുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒന്നും കൃത്യമായി ആചരിക്കാത്തതും നമ്മൾ മാത്രമാണ്. പക്ഷേ വളരെ ആഘോഷത്തോടു കൂടി ഉത്തരേന്ത്യയിലൊക്കെ ഉള്ള ആളുകൾ ഈ ദിവസം വളരെ പ്രാധാന്യത്തോടു കൂടി അവർ ആഘോഷിക്കാറുണ്ട്. അതിൻ്റേതായ ഐശ്വര്യം അവർക്ക് ഉണ്ട് താനും. അതുകൊണ്ട് അന്നേ ദിവസത്തെ പ്രാധാന്യം മനസ്സിലാക്കി എല്ലാവരും അന്നേ ദിവസം മഹേശ്വരനെയും മഹാവിഷ്ണുവിനെയും ഒരുപോലെ പ്രാധാന്യം കൊടുത്ത് പ്രാർത്ഥിക്കണം. ഒന്നുകിൽ രാവിലെ നിങ്ങൾ
വിഷ്ണു സഹസ്രനാമം ജപിക്കുകയും അല്ലെങ്കിൽ ഓം നമോ ഭഗവതേ നാരായണായ എന്ന് ജപിക്കുകയും അല്ലെങ്കിൽ ഹരേ കൃഷ്ണ എന്ന മഹാമന്ത്രം ജപിക്കുകയും ചെയ്യണം. സന്ധ്യയ്ക്ക് നിങ്ങൾ ഓം നമഃശിവായ മന്ത്രമോ അതല്ലെങ്കിൽ മഹേശ്വരൻ്റെ മറ്റെന്തെങ്കിലുമൊക്കെ നാമങ്ങളോ അല്ലെങ്കിൽ ശിവസഹസ്രനാമമോ ഒക്കെ ജപിച്ച് പ്രാർത്ഥിക്കുക. അതായത് ഒരേ ദിവസം തന്നെ ഭഗവാനെയും അതായത് മഹേശ്വരനെയും മഹാവിഷ്ണുവിനെയും പ്രാർത്ഥിക്കണം. അന്ന് നമ്മൾ മഹാവിഷ്ണുവിന് കൂവളത്തിലകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. മഹേശ്വരന് അന്നത്തെ ദിവസം മാത്രം തുളസി ഇലകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ.